നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാറുന്നില്ല? പക്ഷേ ഒരിക്കൽ നീ നിന്നോട് തന്നെ സത്യമായി ചോദിച്ചിട്ടുണ്ടോ, ഞാൻ മാറാൻ തയ്യാറാണോ? ജീവിതം മാറണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ മാറണം. കാരണം നിന്റെ ജീവിതം എന്നത് നിന്റെ തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. നീ ഇന്ന് വരെ എടുത്ത തീരുമാനങ്ങൾ, നീ എങ്ങനെ ചിന്തിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, അതാണ് ഇന്ന് നീ ആയിരിക്കുന്നത്. പക്ഷേ നല്ല വാർത്ത എന്താണെന്നറിയാമോ? നാളെ നീ ആരാകണമെന്ന് ഇന്ന് തന്നെ നീ തീരുമാനിക്കുന്നതാണ്. ഇന്നത്തെ ലോകത്തിൽ പലരും അവരുടെ സ്വപ്നങ്ങളെ പേടിക്കുന്നു. അവർക്ക് പരാജയത്തെ ഭയമില്ല, മറ്റുള്ളവർ എന്ത് പറയും എന്നതാണ് പേടി. നീ എന്തെങ്കിലും വലിയ സ്വപ്നം കണ്ടാൽ ലോകം ആദ്യം നിന്നെ നോക്കി ചിരിക്കും. അത് സാധാരണമാണ്. പക്ഷേ ഓർക്കണം, ലോകം ചിരിച്ചതുകൊണ്ട് ആരും പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ പേടിച്ചവരാണ് തോറ്റത്. നിന്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. അത് നീ ഇനിയും പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല. നീ ഒരിക്കൽ പോലും മുഴുവൻ ശ്രമിച്ചിട്ടുണ്ടോ? 100% കൊടുത്തിട്ടുണ്ടോ? സത്യമായി പറയൂ. നമ്മളിൽ പലരും 50% ശ്രമിച്ച് 100% ഫലം പ്രതീക്ഷിക്കുന്നവരാണ്. പക്ഷേ ജീവിതം അങ്ങനെ പ്രവർത്തിക്കില്ല. നീ എത്ര കൊടുക്കുന്നു അത്രയാണ് ജീവിതം തിരിച്ചു നൽകുന്നത്. ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ അത് ഉടനെ വൃക്ഷമാകില്ല. അതിന് സമയം വേണം, പരിപാലനം വേണം, വിശ്വാസം വേണം. അതുപോലെ തന്നെ നിന്റെ സ്വപ്നങ്ങൾക്കും സമയം വേണം. ഇന്ന് നീ ചെയ്യുന്ന ചെറിയ ശ്രമങ്ങൾ നാളെ വലിയ വിജയമായി മാറും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പേഷ്യൻസ് ഇല്ലാതെ അത് നിർത്തുന്നു. നീ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണോ? അത് ഒരു സൈനാണ്. നീ വളരുന്നുണ്ട്. കാരണം ഈസിയായ ഒരു വഴി ഒരിക്കലും നിന്നെ ശക്തനാക്കില്ല. കഷ്ടപ്പാട്, പ്രശ്നങ്ങൾ, പരാജയങ്ങൾ ഇവയെല്ലാം നിന്നെ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഒരു ദിവസം നീ വിജയിക്കും. പക്ഷേ ആ ദിവസം വരാൻ മുൻപ് നീ പലതവണ വീഴും. അതിൽ തെറ്റില്ല. വീഴുന്നത് പരാജയം അല്ല, വീണിട്ട് എഴുന്നേൽക്കാത്തതാണ് പരാജയം. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് ജീവിക്കില്ല. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്കായി ജീവിക്കും. ഓർക്കണം, നിന്റെ ജീവിതം നിനക്കുള്ളതാണ്. അത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കൊടുക്കരുത്. രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകണം. എന്തിനാണ് ഞാൻ ഈ ദിവസം ജീവിക്കുന്നത്? എന്താണ് ഞാൻ നേടാൻ പോകുന്നത്? ഈ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ജീവിതം ഡയറക്ഷൻ ഇല്ലാതെ പോകും. നിനക്ക് ടാലൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നത് പ്രാധാന്യമല്ല. കോൺസിസ്റ്റൻസി ആണ് പ്രധാനപ്പെട്ടത്. പ്രതിദിനം ചെറിയ പ്രോഗ്രസ്, അതാണ് വലിയ മാറ്റം ഉണ്ടാക്കുന്നത്. ഒരിക്കൽ നീ തളർന്നാൽ ഓർമ്മിക്കൂ, നീ തുടങ്ങിയത് എന്തിനാണ്? നിന്റെ സ്വപ്നം എന്തായിരുന്നു? അത് നിന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കും. ഇന്ന് നീ ചെയ്യുന്ന സാക്രിഫൈസ് നാളെ നിന്റെ ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്യും. നീ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നാളെ ലൈഫ് ഈസി ആവും. പക്ഷേ ഇന്ന് നീ ലേസി ആണെങ്കിൽ നാളെ ലൈഫ് ഹാർഡ് ആവും. നിനക്ക് ചോയ്സ് ഉണ്ട്. ഇപ്പോൾ സഫർ ചെയ്യണോ അല്ലെങ്കിൽ പിന്നെ റിഗ്രറ്റ് ചെയ്യണോ? അവസാനം ഒരു കാര്യം മാത്രം പറയാം. നീ സാധാരണ ആളല്ല. നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ ആദ്യം നീ തന്നെ വിശ്വസിക്കണം. സെൽഫ് ബിലീവ് ഇല്ലാതെ സക്സസ് ഉണ്ടാകില്ല. ഇന്നു മുതൽ നീ നിന്നോട് പറയൂ, എന്നെക്കൊണ്ട് കഴിയും. ഞാൻ മാറ്റം കൊണ്ടുവരും. ഞാൻ വിജയിക്കും. ഒരു ദിവസം നീ ഇന്നത്തെ നിനക്ക് നന്ദി പറയും. കാരണം നീ നിർത്താതെ മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ വിജയം നിനക്ക് കിട്ടിയത്. നീ ഇന്നത്തെ ഒരു ചെറിയ ശ്രമം പോലും നിർത്തരുത്. കാരണം അതാണ് നിന്റെ ഭാവിയിലെ വലിയ വിജയത്തിൻ്റെ തുടക്കം. ഇനി നമുക്ക് ഒരു കഥയിലോട്ട് പോകാം. ഒരു ഗ്രാമത്തിൽ 2 കൂട്ടുകാർ ഉണ്ടായിരുന്നു. അവർ ഒരേ സ്ഥലത്ത് കല്ല് പൊട്ടിക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം ഒരാൾ വളരെ കോപത്തോടും വിഷമത്തോടും കൂടെ ജോലി ചെയ്തു.
അവനോട് ഒരാൾ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അവൻ മറുപടി പറഞ്ഞു, കാണുന്നില്ലേ, ഞാൻ കല്ല് പൊട്ടിക്കുകയാണ്. എൻ്റെ ദുർഭാഗ്യം. അടുത്തയാൾക്കും അതേ ജോലി. പക്ഷേ അവൻ സന്തോഷത്തോടെ ജോലി ചെയ്തു. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ്. രണ്ടുപേരും ഒരു ജോലിയാണ് ചെയ്യുന്നത്, പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് ആണ് വ്യത്യാസം. ഒരാൾ പ്രശ്നം കാണുന്നു, മറ്റേയാൾ ലക്ഷ്യം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് പ്രാധാന്യമല്ല, നമ്മൾ അത് എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇന്നു മുതൽ നീ എന്ത് ചെയ്യുന്നു എന്നല്ല, എന്തിനാണ് ചെയ്യുന്നു എന്നത് ചിന്തിക്കൂ. ഒരു ദിവസം നീ വിജയിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ഈ ചെറിയ തീരുമാനത്തിനാണ് നീ നന്ദി പറയുക. ആ ദിവസം വരാൻ ഇന്ന് തന്നെ തുടങ്ങണം. നിനക്ക് ഈ വീഡിയോ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കിയെങ്കിൽ ഇത് ഇവിടെ അവസാനിക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കൂടുതൽ കാണണമെങ്കിൽ ഈ യാത്രയിൽ നീ ഒറ്റയാളല്ലെന്ന് ഓർക്കാൻ ചാണക്യ മൈൻഡിൻ്റെ ഭാഗമാകൂ. കാരണം നമ്മൾ ഒരുമിച്ച് വളരാൻ പോകുന്നു.